അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 18-ാം വാക്യം. അവർ ഇത് കേട്ടപ്പോൾ മിണ്ടാതിരുന്നു. ഇങ്ങനെയായാൽ ദൈവം ജാതികൾക്കും ജീവപ്രാപ്തിക്കായി മാനസാന്തരം നൽകിയല്ലോ എന്ന് പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തി. മാനസാന്തരപ്പെടുക എന്നത് രക്ഷയ്ക്കായി ദൈവം നൽകിയിട്ടുള്ള അടിസ്ഥാന കൽപ്പനകളിൽ ആദ്യത്തേതാണ്. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചു തുടങ്ങിയത് മാനസാന്തരപ്പെടുവിൻ എന്നായിരുന്നു. യേശുക്രിസ്തുവും ദൈവരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവിൻ എന്നാണ് പ്രസംഗിച്ച് ആരംഭിച്ചത്. സഭ ഭൂമിയിൽ ഉളവായ അനന്തരം അപ്പോസ്തലർ ആദ്യം പ്രസംഗിച്ചു തുടങ്ങിയതും മാനസാന്തരപ്പെടുക എന്നായിരുന്നു. ബൈബിളിലെ പുതിയ നിയമത്തിൽ മാനസാന്തരം എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും ദൈവത്തിലേക്ക് തിരിയുന്നതിനെയാണ്. ഏതെങ്കിലും ചില കാര്യങ്ങളിൽ മനം മാറ്റം ഉണ്ടാകുന്നതിനെ അല്ല. ദൈവത്തിലേക്ക് ഒരു വ്യക്തി തിരിയുമ്പോൾ അയാൾക്കുണ്ടാകുന്ന സമൂലമായ പരിവർത്തനത്തെയാണ് മാനസാന്തരം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാനസാന്തരപ്പെടുന്നതോടെ ആ വ്യക്തി പൂർണ്ണനാകുന്നു എന്നോ ഇനിമേൽ ഒരു തെറ്റും വരുത്തുകയില്ലെന്നോ അർത്ഥമില്ല. അയാൾ തുടർന്നും ജീവിക്കുന്നത് അതേ ശരീരത്തിലും ലോകത്തിലുമാണ്. ആകയാൽ വീഴ്ചകൾ ഉണ്ടാകാം. എന്നാൽ താനൊരു ദൈവപൈതലായി തീർന്നു എന്നെപ്പോഴും ചിന്തിക്കുകയും ദൈവഹിതം അറിഞ്ഞ് ജീവിക്കുകയും ചെയ്യുമ്പോൾ തെറ്റുകൾ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും അഥവാ വീഴ്ചകളുണ്ടായാൽ അതിനെ അംഗീകരിച്ച് തിരിച്ചറിഞ്ഞ് അനുതപിക്കുകയും ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുകയും ചെയ്യുന്നു. ആകയാൽ മാനസാന്തരം എന്നത് ഒരിക്കലായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരു വ്യക്തിയുടെ രക്ഷയുടെ ആരംഭം മുതൽ മരണം വരെ തുടരുന്ന കാര്യമാണ്. ഇവിടെ യഹൂദർക്ക് പുറത്തുള്ളവർക്കും ദൈവം മാനസാന്തരം നൽകി എന്ന് പറയുന്നു. ആകയാൽ ഓരോ വ്യക്തികൾക്കും മാനസാന്തരം ഉണ്ടാകുന്നതും ദൈവത്തിൻ്റെ ദാനമായാണ്. ദൈവം ഈ ദാനം നൽകുന്നത് ജീവപ്രാപ്തിക്കായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാം മാനസാന്തരപ്പെടുമ്പോൾ നമ്മിൽ ദൈവത്തിൻ്റെ ജീവൻ ഉണ്ടാവുകയും അതിൽ നാം വളരുകയും ചെയ്യുന്നു. ആകയാൽ പരിശുദ്ധാത്മാവ് വിവിധ വിധത്തിൽ മാനസാന്തരത്തിന് പ്രേരണയും ആഹ്വാനവും നൽകുമ്പോൾ ഒട്ടും വൈകാതെ അത് അനുസരിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.